ഫ്രണ്ട്സ് നമുക്കൊരു വിസ്മയ ലോകത്തിലേക്ക് പോയാലോ? ഞങ്ങളങ്ങോട്ട് കയറി ആ പാലം അങ്ങോട്ട് മൂവ് ചെയ്തു ചേട്ടാ. എന്തിനാ കുഞ്ഞു ബോട്ടിനെ കടത്തി വിടാൻ? എങ്ങോട്ടാ പോയെന്നല്ലേ? ഫാൽക്കിർക്ക് വീല് കാണാനാണ് പോയത്. സ്കോട്ട്ലൻഡിലെ ഫാൽക്കിർക്ക് എന്ന സ്ഥലത്ത് ലോകാത്ഭുതങ്ങളിലൊന്ന്. ആർക്കിമിഡസ് തത്വം അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ബോട്ട്. അപ്പം പിന്നെ പറയാനുണ്ടോ? നോക്കിക്കേ, സറൗണ്ടിങ്സിലൊക്കെ എന്നാ രസമാണ്. പിള്ളേരൊക്കെ കുഞ്ഞു ബോട്ട് തുഴയാനായിട്ട് വന്നു. അങ്ങനെ ബോട്ടും കാത്ത് നിൽക്കുകയാണ്. ദാണ്ടേ ബോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നല്ല മിടുക്കത്തിയായിട്ട് റാംബാക്കിന് പെണ്ണുങ്ങൾ പോകുന്ന പോലെ കുണുങ്ങി കുണുങ്ങി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് ഇത്തെ കയറാനായിട്ട്. എന്നാണെന്നറിയോ? ലോകാത്ഭുതങ്ങളിൽ ഒന്നല്ലേ, അപ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ അല്ലേ? ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവർക്ക് ഇത് ബോറടിയായിരിക്കും. പക്ഷേ കാണാത്തവർക്ക് ഇത് ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടോളുക. ടിക്കറ്റൊക്കെ അവിടെ ഓഫീസുണ്ട്. ഓഫീസിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ എടുക്കാം. 3 ടൈമിലായിട്ട് ഈ ബോട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. 10:30, 11:30, പിന്നെ 2:30 തോന്നുന്നു. അങ്ങനെ ആണ്ടെ ഞാൻ അതിൻ്റെ സൈഡ് സീറ്റ് പിടിച്ചങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകണം. അപ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. നമ്മളെ ആദ്യം സ്നേഹിക്കുക, അത് കഴിഞ്ഞ് അയൽവക്കംകാരെയൊക്കെ സ്നേഹിച്ചാൽ മതി. എന്നാലേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജീവിതം നായി നിൽക്കും. അപ്പം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അതങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാണ്ട ബോട്ട് പൊങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. 5 മിനിറ്റ് എടുക്കും ഇത് പൊങ്ങാനായിട്ട്. അതുകൊണ്ട് ഇത് ഇച്ചിരി ഫാസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുകളിൽ ചെല്ലുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്ന് എന്നെ കാണും, അത്രയും ടൈമൊക്കെ എടുത്താൽ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഫാസ്റ്റിലിട്ടു. അപ്പോൾ പെട്ടെന്ന് ഇത്രയും പെട്ടെന്നല്ല ഇത് പോകുന്നത്, ഒത്തിരി സ്ലോലിയാണ് കേട്ടോ പോകുന്നത്. പക്ഷെ നമ്മൾ അറിയത്തേയില്ല അതിനകത്ത് ഇരിക്കുമ്പം. ഇതാണ്ടേ മുകളിൽ ലെവലിലെത്തി. ഇനി ഇങ്ങനെ കുറേ കെട്ടിയിട്ടിട്ടുണ്ട് ഇതിനകത്തൂടെ. അതിങ്ങനെ പാസ് ചെയ്ത് വരും. കണ്ടോ എന്നാ ഭംഗിയായിട്ടാണ് കിടക്കുന്നതെന്ന്. 35 മിനിറ്റ് ഉണ്ട് നമ്മുടെ ജേർണി. മാത്രമല്ല 35 മീറ്ററും ഉണ്ട് ഇതിന്. ഏതാണ്ട് ഒരു ബോട്ട് ജേർണിക്ക് 750 പൗണ്ട്സ് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കണ്ടോ, അയ്യോ ആര് വന്നാലും വേണ്ടില്ല, ഞങ്ങൾ ഇതിനകത്തൂടെ ഒഴുകും നല്ല സുന്ദരമായിട്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട് സ്ട്രക്ചർ. ഇതിനകത്തൂടെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ട്രാഫിക് ലൈറ്റൊക്കെ മിന്നി മറയുന്നുണ്ട്. അപ്പോൾ ആ ബോട്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ കറങ്ങി പതുക്കെ, ഇത് വളരെ സ്ലോലിയാണ് വരുന്നത്. ഞാനിപ്പോൾ ഇത് ഫാസ്റ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര സ്പീഡിൽ പോകുന്നത്. നമുക്ക് സൈഡിലെ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാം. ഇതിപ്പോൾ ഇങ്ങനെ പറന്ന് പോകുന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. നമുക്ക് ഒത്തിരി സമയം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടോ പതച്ച് പൊങ്ങി അങ്ങ് പോവുകയാണ്. അവിടെ അതിനകത്ത് ചെന്ന് കനാലിൽ ചെന്ന് കയറി അവിടുന്ന് അപ്പുറത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. കണ്ടോ, ചേട്ടൻ ഇറങ്ങി പുറത്തോട്ട്. അതിങ്ങനെ ഇത്രയും പതുക്കെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ മനുഷ്യർക്ക് നടക്കാനും സൈക്കിളിൽ പോകാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അവർ ഈ അങ്ങനെ പോകുന്നവർക്ക് ഇതൊരു നല്ല കാഴ്ചയാണ്. അവർക്ക് അവിടെ അകത്തിരിക്കുന്നവരും ടാറ്റ ഒക്കെ കൊടുക്കും. നമ്മൾ അകത്തിരിക്കുമ്പോൾ നമുക്ക് യാതൊന്നും അറിയത്തില്ല കേട്ടോ, അത്ര സ്ലോലി അല്ലേ പോകുന്നത്. പക്ഷേ നല്ല രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ സ്കോട്ട്ലൻഡിൽ വരുന്നവരും ഇത് കാണാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കാണണം. ഭയങ്കര ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓരോ ഓഫ് ഡേ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി നിൽക്കാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതും ടൈം എടുത്താണ് റൊട്ടേറ്റ് ചെയ്ത് താഴുന്നത്. ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങനെ വിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥാനത്തെത്തി. കണ്ടോ എന്ത് സ്ലോലി. അങ്ങനെയൊക്കെ ഏതാണ്ട് ചന്ദ്രനിൽ പോയി വന്ന ഗമയിലാണ് എൻ്റെ നിൽപ്പ് അല്ലേ. വല്ലപ്പോഴുമൊക്കെ നമുക്കും വേണ്ടേ ഒരു ഗമയൊക്കെ. കണ്ടോ, അങ്ങനെ അവിടെ ചെന്ന് കയറി ഇറങ്ങി നമ്മൾ വലിയ തലയെടുപ്പോടു കൂടിയൊക്കെ നിൽക്കുകയാണ്. പക്ഷെ തീരുന്നില്ല. അടുത്തേക്ക് പോകാം. വിസ്മയ ലോകത്താണ് നമ്മളിതുണ്ടാക്കി. LPs കോഴ്സ് റിലേറ്റഡ് ഫാമിലിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഇത്. എൻ്റെ അമ്മച്ചോ, ഇതിന് ഏതാണ്ട് 300 ടൺസ് വെയിറ്റും 900 ഈ സ്റ്റീലിൻ്റെ സ്കെയിലും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. 30 മീറ്റർ പൊക്കമുണ്ട് ഇതിന്. എൻ്റെ അമ്മോ, ഇതൊരു വലിയൊരു സ്കൾപ്ചർ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്കിഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.